എനിക്ക് നാടകം വന്നു, സിനിമ വന്നു, എന്ത് ചെയ്യും? ടെൻഷനായി. പാലക്കനോട് പറഞ്ഞു, പാലക്ക എനിക്ക് ഇങ്ങനെ ഷൊർണൂർന്ന് MT വാസുദേവന്റെ സിനിമയിൽ ഉദ്ഘാടന സ്വപ്നങ്ങളിൽ അഭിനയിക്കാൻ വിഷം. ഉദ്ഘാടന സ്വപ്നങ്ങളിൽ എനിക്ക് പ്രശ്നമല്ല, ഞാൻ നാടകം ബുക്ക് ചെയ്തിരിക്കുകയാണ്. കുന്നപ്പുഴമ്പലത്തിൽ ആൾക്കാരോട് ഞാനെന്ത് പറയും? നിന്നെ വിടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പുള്ളി ഓടി എൻ്റെ അടുത്ത് വരുന്നു, മമ്മൂട്ടി. അപ്പം അന്ന് ഞാൻ മിമിക്രിക്കാരന് സ്റ്റേജിലോട്ടൊക്കെ കളിച്ചടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ സംഭവമുണ്ട്, നീ കയറി അഭിനയിക്കാൻ പറഞ്ഞോളൂ എന്നോട്. ഞാൻ മണ്ടനായതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഞാൻ സമ്മതിച്ചാ, ഞാൻ അഭിനയിച്ചോളാന്ന്. ഫുൾ ലെങ്ത് നാടകമാണ്, മറ്റന്നാ നാടകമാണ്. അയ്യോ. അങ്ങനെ പുള്ളി YFLക്ക് വിളിച്ചത് പാലക്കണമെന്ന് കിട്ടണമെന്നൊക്കെ പറഞ്ഞു. അന്ന് അങ്ങനെയുള്ള ഫോണിലൊക്കെ അങ്ങനെ പാലക്കന് കിട്ടി. പാലക്കനോട് പറയണം, പാലക്കൻ അഭിനയിക്കാൻ ആൾ റെഡി ആയിട്ടുണ്ട്. ആരാണ്? ഷറഫിന്റെ അനിയൻ അൻസാർ. അൻസാറിന് ഇവളൊന്നും തന്നെ ശരിയാവില്ല. നീ എന്തീ പറഞ്ഞ ഒരു കാരണം വെച്ചാൽ ശരിയാവില്ല. നീ എന്താ, നിന്നെ ഇവിടെ ഒരു പ്രശ്നമില്ല. വിൽക്കാരൻ്റെ സ്വപ്നങ്ങൾ റോൾ. ഒരു മമ്മൂട്ടി ജനിക്കാൻ വേണ്ടി പോകണം. പ്രസവ വേദന പറയണം. അതെ, വീടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കയറി ഫോൺ വാങ്ങിച്ചിട്ടേ പറഞ്ഞു, പാലക്ക ഞാൻ അഭിനയിച്ചോളാം. ഞാനല്ലേ പറയണത്, ഞാൻ എത്ര സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്ത് നടന്നാണ്, ഞാൻ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടില്ല, ഞാൻ ഏറ്റ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഏക്കാണ്. അവസാനം പുള്ളി മനസ്സോടെ സമ്മതിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് വരാം, ഇന്ന് രാത്രി ഫുള്ള് നിന്ന് ഞാൻ പഠിച്ചോളാം നാടകം എന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് എൻ്റെ സ്കൂട്ടറിൽ ഞാനും മമ്മൂട്ടിയും കൂടെ ഫോർട്ട് കൊച്ചി ജങ്കാറിൽ ഇപ്പുറം ചെന്ന് നിന്നു. പാലക്കൻ അപ്പുറം വന്ന് നിന്നു. ഇവിടുന്ന് രാത്രി 10 മണിക്ക് സ്പെഷ്യലാണ്. എന്ത് ജങ്കാറ്? കാലിയായി കിടക്കുന്ന സ്ഥലം, ജങ്കാറിൻ്റെ ശബ്ദമില്ല, ഒന്നുമില്ല. അവിടുന്ന് പാലക്കൻ സ്കൂട്ടറിൽ, ഇവിടുന്ന് ഞങ്ങളും എന്ന് പറഞ്ഞ് കട്ടിയപ്പോൾ ജങ്കാർ സ്റ്റാർട്ടായി. അപ്പോൾ പാലക്കൻ പറഞ്ഞ എല്ലാം അറേഞ്ച് ചെയ്തിരുന്ന ആൾ വരും. എന്നെ ആ ജങ്കാറിൽ സ്കൂട്ടറിൽ മമ്മൂട്ടി ആ ജങ്കാറിൽ വിട്ട് ഞാൻ പോയി പാലക്കൻ്റെ കൂടെ പുറകിൽ പോയി. മണ്ടനായ ഞാൻ ഈ ഫുൾ ലെങ്ത് നാടകം ഫുള്ള് ഡയലോഗ് പിടിക്കണ്ടേ. ജിമ്മി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. 24 മണിക്കൂറിനകം പപ്പ, ഞാൻ പപ്പയെ കൊന്നിരിക്കും, ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുള്ള നാടകമാണ്. അങ്ങനെ കയറി ഞാൻ അഭിനയിച്ചു. 2 രാത്രി റിഹേഴ്സലെടുത്ത് ഞാൻ ഇവിടെയും അഭിനയിച്ചു. മമ്മൂട്ടി ഷൊർണൂർ പോയി വിൽക്കാണ്ട് സ്വപ്നങ്ങളിൽ അഭിനയിച്ചു. അങ്ങനെ മമ്മൂക്ക എന്ന വലിയൊരു നടൻ. അതെ. ഈ കാര്യം ഞാൻ ഇന്നാള് നമുക്ക് വീട്ടിൽ വന്നപ്പോഴേ, മമ്മൂട്ടി വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞൂടെ, എനിക്ക് എന്തൊരു ഹൈപ്പായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാനല്ല, നീയാ പറയേണ്ടത്. ഞാൻ പറഞ്ഞു, എന്നായി ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചാൽ നീ പറഞ്ഞു എന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിലാണ് ഇപ്പോൾ പറഞ്ഞത്.